ബൈബിൾ കത്തിച്ച സംഭവത്തിൽ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന് കെ.സി.ബി.സി. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. ലോകത്ത് ഒരിടത്തും മതഗ്രന്ഥങ്ങളും മതചിഹ്നങ്ങളും അവഹേളിക്കപ്പെടരുതെന്നാണ് ക്രൈസ്തവ നിലപാടെന്നും ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് അതാത് രാജ്യത്തെ പൗരന്മാരുടെ കടമയാണെന്നും കെ.സി.ബി.സി. വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ക്രൈസ്തവ മതഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ ഒരു വർഗീയവാദി കത്തിച്ച് അതിന്റെ വീഡിയോ എടുത്ത് സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും സമാധാനവും നശിപ്പിക്കാൻ ശ്രമിച്ചത് അത്യന്തം നിർഭാഗ്യകരവും അപലപനീയവുമാണ്. വളരെ സമാധാനപൂർവ്വം ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം തങ്ങളുടെ നേരെ വരുന്ന ഇത്തരം പ്രകോപനപരമായ അവഹേളനങ്ങളെയും അധിക്ഷേപങ്ങളെയും ക്രൈസ്തവ ശൈലിയിൽ അവഗണിച്ചു കളയുന്നതാണ് ഇത്തരക്കാരെ ഇങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ക്രൈസ്തവർ സമാധാനപരമായി തന്നെ സഹവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുള്ളതുപോലെ തന്നെ മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള കടമയും സർക്കാരിനുണ്ട്. അത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സമുദായ സ്പർദ്ധ വളർത്തുന്ന ഇത്തരം വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും രാജ്യത്തിന്റെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകണം. ബൈബിൾ കത്തിച്ചയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച സർക്കാർ നടപടി സ്വാഗതാർഹമാണ്. എന്നാൽ അയാൾക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകുന്നതിലും സർക്കാർ മാതൃകാപരമായി പ്രവർത്തിക്കണം. ഇയാൾക്ക് വേണ്ടി വാദിക്കാനും ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനും പിന്നിൽ പ്രവർത്തിക്കുന്നവർ ശക്തമായി മുന്നോട്ടുവരും. അതുകൊണ്ടുതന്നെ ജനാധിപത്യ മതേതര സർക്കാർ മാതൃകാപരമായ നടപടിക്രമങ്ങളിലൂടെ സമൂഹത്തിൽ മതസൗഹാർദ്ദത്തിനും സമാധാനപരമായ സഹവർത്തിത്വത്തിനും കോട്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇത്രയും ഗൗരവമായ ഒരു സംഭവം സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടും പരസ്യമായി പ്രതികരിക്കാത്തത് ഭയപ്പെടുത്തുന്ന കാര്യമാണെന്നും കെ.സി.ബി.സി. പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു.